എന്റെ അമ്മേ. ഇന്ന് പാർവതിയുടെ പിറന്നാളായിരുന്നു. ദേവീക്ഷേത്രത്തിൽ പോയിട്ട് വരിക. ഓ, അപ്പൊ അയൽവക്കക്കാരുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോയതാണല്ലേ? ആ അത് ആട്ടെ, പിളച്ചിട്ട് വന്നിട്ടൊന്നും കഴിച്ചില്ലേ? ആര് തന്നിട്ടാ? അസൂയാണെന്ന് വിചാരിക്കരുത്. ഇവിടെ ഒരുത്തി ജോലിക്ക് നിർത്തിയിട്ടില്ലേ? ഈ ജാതി സാധനങ്ങൾ വീട്ടിൽ നിന്നാ പച്ചവെള്ളം കിട്ടില്ല. പിള്ളച്ചിട്ട് വിഷമിക്കണ്ട, അത് തന്നെ ഞാൻ കാപ്പി തരാം. ഓ, നീ അയാളെ പ്രത്യേകം ക്ഷണിച്ചിട്ട് വേണ്ടേ അയാൾ വരാൻ? വാ, വല്ലതും നക്കിട്ട് പോ. ഇതാ പറഞ്ഞത്, വർമ്മ സാറുണ്ടെങ്കിൽ സമയം പോണതറിയില്ല. നാവെടുത്താ തമാശ. കാലത്ത് തന്നെ സൂര്യൻ ഉദിച്ചു. നല്ല കാര്യമുണ്ടോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്? ആ, ഇന്നും ബെഡ് കാഫി കൊണ്ട് വെച്ചിട്ടില്ല. ഇന്നലെ തന്നെ പറഞ്ഞ വായിലെ വെള്ളം വറ്റിച്ചതാ. ആക്രി കിടക്കാളും കഷ്ടം. ഇളയമ്മേ, ഇളയമ്മേ, ഇന്നും ബെഡ് കാഫി കൊണ്ട് വച്ചിട്ടില്ല. മൂപ്പിലാൻ പറഞ്ഞു കാണും വലിയ ലക്ഷറി ഒന്നും വേണ്ടെന്ന്. ദേ, നമ്മളുടെ പറഞ്ഞ് അയ്യ എന്നായിരിക്കുന്നു. ദേവകി, എന്താ? അവൻ പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ. എങ്ങോട്ട് പോയി? ബെഡ് കോഫി കുടിക്കാൻ കവലയിൽ പോയി കാണും. അപ്പൊ തിരിച്ചു വരുമല്ലേ? പിന്നെ എന്നാ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം. കാശ് ചോദിക്കുമ്പോ രണ്ടെണ്ണം പൊട്ടിച്ചാൽ എന്താ? ആ, തിരിച്ചു കിട്ടി നീ സമാധാനം പറയൂ. എടി, പിശാചുക്കള മനുഷ്യന് പേടിയാ. ഇത് എന്റെ കുറ്റമല്ല. ആ, ഇന്നത്തേക്കുള്ള കാശിങ്ങിതാ. ഞാനൊരു ചെറുപ്പക്കാരനാണ്. നിങ്ങളുടെ മകനായി പോയെങ്കിലും എനിക്കൊരു അന്തസ്സുണ്ട്. എടാ മോനെ, ഇതുകൊണ്ടൊന്നും വാങ്ങി തിന്നരുത്, ദഹിക്കില്ല. ദഹിച്ചില്ലെങ്കിൽ ഞാനങ്ങ് സഹിച്ചു. ചുമ്മാ തന്തയായിട്ട് നടന്നിട്ട് എന്താ കാര്യം? മക്കളെ നേരെ ചെയ്ത് വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇന്നത്തേക്ക് സുഖമായി. സ്വന്തം ജാതിക്കാരനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇതിനും വാങ്ങിച്ച് കാശ്. എന്തോന്നിത്? സാരല്ലടേ, നാളെ മുടി ഷോപ്പിനില്ലെങ്കിൽ ഷോപ്പിന് ഒരു ഐശ്വര്യമില്ല. അമ്പട്ടനാണെങ്കിലും ബുദ്ധിയുണ്ട്. എന്താ പറഞ്ഞത്? അല്ല, അമ്പട്ടനാണെങ്കിലും ബുദ്ധിയുണ്ടെന്ന്. അമ്പട്ടനോ? എടാ മോനെ, 50 പട്ടല് കൂടിയതാണടാ ഒരമ്പട്ടൻ. അതായത് 50 പട്ടര ബുദ്ധിയുള്ളവനാണ് അമ്പട്ടൻ. മനസ്സിലായോ? പക്ഷെ കുരുട്ട് ബുദ്ധി ആയിരിക്കും. അത് ജീവിക്കാൻ വേണ്ടി. നേരം വെളുത്തിട്ട് ഒരു ദരിദ്രവാസി ഇങ്ങോട്ട് കയറി വരുന്നില്ലല്ലോ. ഇവനൊക്കെ ഇന്റെ പട്ടാളത്ത് പോയോ? അല്ലെ ഇവന്റെ ഒക്കെ തലമുടി വളരുന്നില്ലേ? നിന്റെ തലമുടി കുറച്ച് വളരുള്ള ഒരു തലയാ. അത് അവസ്മാരം പിടിച്ചോന്റെ കയ്യിലേൽപ്പിക്കാൻ എനിക്ക് എന്താ ഭ്രാന്ത? ആ, നീ വാ, ഒരു സ്മാരടിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ടുഡേ ഹോളിഡേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യെസ്, ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയാണ് സർ. എന്ത് ജോലി? സത്യത്തിനും ധർമ്മത്തിനും നിരക്കുന്ന എന്ത് ജോലിയും ചെയ്യും സർ. നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണോ? അല്ല. പിന്നെ ഈ വേഷം? അതൊരു ദേശീയ വികാരത്തിന്റെ പ്രതിഫലനം. അപ്പോൾ അക്കൗണ്ടൻസി? അതെ സർ. ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ ജീവാത്മാവും പരമാത്മാവും എല്ലാം അക്കൗണ്ടൻസിയാണ്. ഇരിക്കൂ. വേണ്ട സർ, എനിക്കൊരു അക്കൗണ്ടന്റിന് ആവശ്യമുണ്ട്. പക്ഷേ എന്റെ ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടണം. ചോദിക്കൂ സർ. ഇരിക്കൂ. എന്താണ് നിങ്ങളുടെ ഹോബി? അക്കൗണ്ടൻസി. അതല്ലാതെ വായന. എന്തൊക്കെ വായിക്കും? ഞാനിതുവരെ വായിച്ചിട്ടുള്ളത് ഖുറാൻ, ബൈബിൾ, ഭഗവത്ഗീത, മാതൃഭൂമി. മറ്റൊന്നും വായിച്ചിട്ടില്ലേ? ഇല്ല. കാരണം? എന്റെ അച്ഛൻ നിർദ്ദേശിച്ചത് മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. അച്ഛൻ എന്ത് ചെയ്യുന്നു? എന്റെ അച്ഛൻ ആദിത്യവർമ്മ രാജകുടുംബത്തിലെ അംഗമാണ് സർ. അപ്പോ ഇങ്ങനെ ഒരു ജോലി എന്തിന്? ഞങ്ങളുടെ കുടുംബസ്വത്ത് മുഴുവൻ സർക്കാർ കണ്ടുകെട്ടി. പ്രിവി പേഴ്സ് കിട്ടില്ലേ? വെറുതെ കിട്ടുന്ന ഒരു പേഴ്സും വേണ്ടെന്ന് അഭിമാനിയായ അച്ഛൻ തീരുമാനിച്ചു.
നിങ്ങൾക്ക് സിനിമയിലും കായിക വിനോദങ്ങളിലും വലിയ താല്പര്യമായിരിക്കുമല്ലേ? ഞാനവയെ വെറുക്കുന്നു സർ. കാരണം? മനുഷ്യശക്തി ജനനന്മയ്ക്ക് എന്നാണ് എന്റെ പ്രമാണം. അതിരിക്കട്ടെ, ഈ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആളാരാണ്? ആരാണ് സർ? അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ. ഈ പറയുന്ന അച്ഛൻ ബൈബിളിലോ ഖുറാനിലോ ഭഗവത്ഗീതയിലോ മറ്റോ ഉള്ള ആളാണോ സർ? അല്ല. പിന്നെ എനിക്കറിയില്ല സർ. മതി, എനിക്ക് തൃപ്തിയായി. ഞാൻ നിങ്ങളെ എന്റെ അക്കൗണ്ടന്റായി നിയമിച്ചിരിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു. നിങ്ങളുടെ മോനെ കണ്ടാ മതി, ഉടനെ വർമ്മ സാറ് കാവേരി പിടിച്ച് കെട്ടിക്കും. ഹും. നീ നോക്കിക്കോ, ശശിയുടെ അനിയനെ കൊണ്ട് കാവേരിയെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കേണ്ടത് പെണ്ണിന്റെയും ചെറുക്കന്റെയും വീട്ടുകാരല്ലേ? അഥവാ ആ കല്യാണം നടന്നില്ലെങ്കിൽ തന്നെ ഇവിടുത്തെ പിശാചിനെ കൊണ്ട് കാവേരിയെ കെട്ടിക്കുമോ? ആ, അതിനുള്ള വഴി ഞാൻ അവന് പറഞ്ഞു കൊടുക്കും. പെണ്ണും ചെറുക്കനും പ്രേമിക്കുകയും ഒളിച്ചോടുകയും ചെയ്താൽ വർമ്മ സമ്മതിച്ചേ മതിയാവൂ. ഉം. മനസ്സിലായോ? ഇങ്ങനെ നടക്കാത്ത സ്വപ്നം കണ്ടോണ്ട് ഇവിടെ ഇരുന്നോ? നടക്കുമെടി, ഞാൻ നടത്തി കാണിച്ചു തരാം. കുട്ടമ്പിള്ള ചേട്ടനോ? എന്തു പറ്റി? വഴി തെറ്റിയോ? ഏയ്, ഞായറാഴ്ച ആയതുകൊണ്ട് നീ ഉണ്ടാവും എനിക്കറിയാം. ആ, ഞാൻ കണ്ടുവരുന്നത് എന്താ പാർവതിക്കുട്ടിക്കൊരു ക്ഷീണം മാതിരി? ഒന്നുമില്ല. ഉം. ആ, കേട്ടോ ശശി, ഈ കുടുംബത്തോട് മറ്റെങ്ങുമില്ലാത്തൊരു പ്രത്യേക താല്പര്യം എനിക്കുണ്ട്. അത് പിന്നെ ചേട്ടൻ പ്രത്യേകിച്ച് പറയണോ? എന്താ അതിന്റെ കാര്യം? ചേർച്ച, യോജിപ്പ്, ഇത് രണ്ടും ചേർന്നുണ്ടാകുന്നതാ ഐശ്വര്യം. അപ്പോ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു അവസരം എവിടെയെങ്കിലും കേട്ടാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എവിടെ എന്ത് അവസരം കേട്ടുന്നാ ചേട്ടൻ പറയുന്നേ? നിങ്ങളും വർമ്മസാറിന്റെ കുടുംബവും തമ്മിലുള്ള ഐക്യം കാണുമ്പോ എനിക്ക് തന്നെ അസൂയ തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ നാട്ടുകാരുടെ കാര്യം പറയണോ? നാട്ടുകാർക്ക് എന്താ പ്രശ്നം? പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഉണ്ടോന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊക്കെ ലോകപരിചയം കുറവാ. ഈ തുറന്ന മനസ്സ് എല്ലാ കാര്യത്തിലും വെച്ച് പുലർത്താൻ പാടില്ല. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവൂ. നിങ്ങൾ ഈ ഭാര്യയും ഭർത്താവും വർമ്മയുടെ കാറിലുള്ള പോക്ക് ഒരു ആദ്യം നിർത്ത. അതെന്തിനാ? കാര്യം, വർമ്മ ആള് വയസ്സനാണെങ്കിലും ഇന്നും വേഷം കെട്ടി ഇറങ്ങിയ മോശം പറയാണെന്ന് വിചാരിക്കരുത്. ശശിയെക്കാളും ചെറുപ്പ. അങ്ങനെ ഒരാളുടെ കൂടെ ശശിയും ഭാര്യയും ദിവസവും അയാളുടെ കാറിൽ പോവുക, നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ ഇറങ്ങുക, അവിടെ നിന്ന് പാർവതി വർമ്മയുടെ കൂടെ കാറിൽ ഒറ്റയ്ക്ക് പോവുക, ഇത് അവിടെയാണ് കല്ലുകടി. ഏയ്, അതിലെന്തെങ്കിലും തെറ്റായിട്ട് ധരിക്കുമോ ആളുകള്? നമ്മുടെ വീടിനെ കുറിച്ച് ആളുകൾ എന്തു പറയുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. എനിക്കതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാ ഞാൻ പറയണേ. നമ്മിൽ ഉയർന്ന ആളുകളുമായി ദാ ഒരു കൈ അകലത്തിൽ നിൽക്കണം. അതാണ് എപ്പോഴും നല്ലത്. പിണങ്ങാനും വഴക്കുണ്ടാക്കാനും വേണ്ടി പറയല്ല. ആളുകൾ കുശുകുശുക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. കാലം വല്ലാത്തതാണേ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ പോണു, പാർവതിയോട് പറഞ്ഞാ മതി. ശശിയേട്ടാ, ദേ വർമ്മ സാർ വന്നു, വേഗം ഇറങ്ങൂ. പാറു വാ, ബട്ടൺസ് പോയി. ഏ? ബട്ടൺസ് എന്തോന്ന്? ഷർട്ടിന്റെ ബട്ടൺസ് പോയെന്ന്. ഇങ്ങോട്ട് വാ. എവിടെ പോയി? ഷർട്ടിന്റെ ബട്ടൺസ് പോയി. തുന്നിത്താ. വേറെ ഷർട്ട് മാറ്റിയിട്ട് തുന്നാനൊന്നും നേരമില്ല. ഇതേ വർമ്മ സാർ. വർമ്മ സാറ് ഭർത്താവിന്റെ ബട്ടൺ പോയാൽ ഭാര്യ തുന്നി തരണം. സിനിമയിലൊക്കെ അങ്ങനെയാ. സിനിമ കുന്തവാ, മനുഷ്യനെ മെനക്കെടുത്താൻ. ഇതിനാ കാശ് മുടക്കി സിനിമ കാണിക്കുന്നത്. പോയി പോയി, ബട്ടൺസ് പോയി, താഴെ പോയി. ഒന്ന് നോക്കി, ഒന്ന് നോക്കി. കട്ടിലല്ലേ ഇവിടെ നോക്കി. ഇവിടെ എങ്ങും ഇല്ല. ഒന്ന് നോക്കി എടുക്ക, അല്ലാതെ ഇപ്പൊ. അയ്യോ, വർമ്മ സാർ വെയിറ്റ് ചെയ്യുന്നു. പിടിക്കാൻ പിടിക്കാൻ. ശശിയേട്ട ഒരു കാര്യം ചെയ്യും, ബട്ടണൊക്കെ തപ്പിയെടുത്ത് തുന്നിയിട്ട് പതുക്കെ വന്നാ മതി. എനിക്ക് എംഡിയുടെ ചീത്താക്കാൻ ഒക്കില്ല. അയ്യോ, ബട്ടൺസ് കിട്ടി, ബാറു ബട്ടൺസ് കിട്ടി. അത്
അഡ്രസ് കിട്ടിയെന്ന് പറു സൂചിയൊന്നുമില്ല അവിടെ ഉണ്ട്. ശശിയേട്ടന് വൈകിയാൽ എന്താ? സർക്കാർ ഓഫീസല്ലേ? ഞാൻ പോകുന്നു. എന്താ ശശി തുന്നി തന്നിട്ട് പോ. അങ്ങയുടെ ബട്ടൺ പോയത്രേ. ബട്ടൺ പോകാൻ പറ്റിയൊരു നേരം. നമുക്ക് പോവാം. ഇതെന്താ ഇന്ന് ഒറ്റയ്ക്കൊരു പോക്ക്? ശശി ലീവായിരിക്കും. ഈ പോക്കത്ര ശരിയല്ലാന്ന് ഞാൻ പറഞ്ഞാൽ സുഭദ്ര കുഞ്ഞമ്മയ്ക്ക് പിടിക്കില്ല. എന്ന് വെച്ച് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? നാട്ടുകാരെന്തൊക്കെയാ കുശൂഷിക്കണേ. ഓ